കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മലിനജലം സംഭരിച്ചിരുന്ന ടാങ്കിൽ 3 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് ടാങ്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ജോസിൽ, ഈ ടാങ്ക് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണോ ഈ അപകടമുണ്ടായത്? ഫിദ സൂചിപ്പിച്ചതുപോലെയാണ് ഒരു അപകടം ഇപ്പോൾ കട്ടപ്പന പാറക്കടവ് റോഡിൽ നടന്നിരിക്കുന്നത്. നേരത്തെ ഓറഞ്ച് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ബിൽഡിംഗ് ആണ്. ആ ഹോട്ടലിന്റെ മലിനജലം സംഭരിച്ചിരുന്ന സേഫ്റ്റി ടാങ്കിനകത്ത് അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികളെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരാൾ ആ കുഴിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം അവിടെ ഓക്സിജൻ കിട്ടാത്ത, ഒരു പ്രതികരണം കിട്ടാത്ത വരുന്ന സാഹചര്യത്തിൽ ഈ ആദ്യം ഇറങ്ങിയ ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി അടുത്ത 2 ആളുകളും കൂടി ഇറങ്ങുകയായിരുന്നു. പിന്നീട് ഈ 3 പേരുടെയും ഒരു പ്രതികരണവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇവിടെ ഈ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കൊണ്ടുവന്ന് ഇവരിലേക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന്, ഈ 3 പേരുടെയും ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ JCB അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ ടാങ്ക് പൂർണ്ണമായും കോൺക്രീറ്റ് പാളി പൊളിച്ച് നീക്കി ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമായി ഇത്തരത്തിൽ ഈ ആളുകൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പനയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും എല്ലാം എത്തി ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏതായാലും ഓക്സിജൻ സപ്ലൈ അടക്കമുള്ള സിലിണ്ടർ കൊണ്ടുവന്ന് ഈ ടാങ്കിനുള്ളിലേക്ക് ഓക്സിജന്റെ സപ്ലൈ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന 3 പേരുടെയും ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജോസിൽ, ഇത് ആഴത്തിലുള്ള ടാങ്കാണോ? മുൻപ് സംസ്ഥാനത്ത് ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇത്തരം ഈ മലിനജലമൊക്കെ ശേഖരിക്കുന്ന ടാങ്കുകൾ വൃത്തിയാക്കുമ്പോൾ കർശനമായ ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം മുൻകരുതലുകളൊന്നും എടുക്കാതെയാണോ ഇവരെ ഈ ടാങ്കിനുള്ളിലേക്ക് ഇറക്കിയത്? അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് കുറെ നാളുകളായിട്ട്, നേരത്തെ എന്റെ അറിവ് ശരിയാണെങ്കിൽ അത് നേരത്തെ ഈ ഹോട്ടൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ കെട്ടിടത്തിന്റെ ഉടമകൾ വേറൊരു ആളുകൾക്ക് ഈ കെട്ടിടം വിൽക്കുന്നു. ആ വിറ്റതിന് ശേഷം ഈ നിലവിലുണ്ടായിരുന്ന ഇതെല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ തൊഴിലാളികളെ കൊണ്ടുവന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ 3 തൊഴിലാളികളാണ് ഇത് ക്ലീനിങ് ജോലികൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ തറയോടക്കമുള്ളതെല്ലാം പൊളിച്ചു മാറ്റിയതിന് ശേഷം ഇതിനകത്ത് ഈ ടാങ്കിൽ നിന്നുള്ള ഈ മലിനജലവും മറ്റ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതിനായി ആദ്യം ഒരാൾ ഇറങ്ങി. അതിനുശേഷം ആ ഇറങ്ങിയ ആളുടെ പ്രതികരണം ലഭിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മറ്റു 2 പേരും ഈ കുഴിയിലേക്ക് ഇറങ്ങുന്നത്. ഏതായാലും ഇതിന് എത്രമാത്രം ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തനം നടത്തുന്നതിന് വൈദഗ്ധ്യമുള്ള ആളുകളാണോ എന്നുള്ളതൊക്കെ ഇനിയും അറിയത്തില്ലാതെ നമുക്കറിയാവുന്ന കാര്യമല്ല. ഏതായാലും ഇത്തരത്തിൽ 3 തൊഴിലാളികൾ, തമിഴ്നാട്ടിൽ നിന്നെത്തിയ 3 തൊഴിലാളികളാണ് ഈ കുഴിക്കകത്തേക്ക് ഇറങ്ങി ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്.